Hi friends, welcome back to MALAYALAM stitching. ഇന്നത്തെ വീഡിയോ ഈ ഒരു സിംഗിൾ പീസിൽ വരുന്ന നിസ്കാരക്കുപ്പായാണ്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാനും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ലെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 മീറ്റർ കോട്ടൻ്റെ ക്ലോത്ത് ആണ്. അപ്പോൾ കോട്ടണിൽ പ്രിന്റ് വന്നിട്ടുള്ള ക്ലോത്ത് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ക്രേപ്പിൻ്റെ മെറ്റീരിയലും ചെയ്തെടുക്കാം. അതാകുമ്പോൾ വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 80 ഇഞ്ചിൻ്റെ ലെങ്ത്തിലും അതുപോലെ 60 ഇഞ്ചിൻ്റെ ലെങ്ത്തിലുമായിട്ട് 2 പീസ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ട് പീസും ഒന്ന് ബാക്ക് പീസുമാണ്. അപ്പോൾ ബാക്ക് പീസിലാണ് നമ്മൾ മക്കനെ ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ബാക്ക് പീസിനാണ് നമ്മൾ 20 ഇഞ്ച് ലെങ്ത്ത് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ തുണിയെ ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4ആയിട്ട് മടക്കി വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ വീതി ഒരു 10 ഇഞ്ചിലും അതുപോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 16 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്കിവിടെ 2 സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡറായിട്ട് ജോയിൻ്റ് ചെയ്യുന്ന സ്ലീവിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ ഹെഡിൻ്റെ അടുത്ത് ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇത് 20 ഇഞ്ചാണുള്ളത്. അപ്പോൾ നമുക്ക് 20 ഇഞ്ച് ലെങ്ത്ത് എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് വിഡ്ത്തിലായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ 80 ഇഞ്ച് ലെങ്ത്തിലുള്ള ആ ഒരു ബാക്ക് പീസാണ് ആദ്യം എടുത്തിട്ടുള്ളത്. ഈ ഒരു പീസിന് നമ്മൾ ഈ ഫ്രണ്ട് പീസിനേക്കാൾ 20 ഇഞ്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കണക്കെന്ന് വെച്ചാൽ നമ്മുടെ ഈ തുണിൻ്റെ വീതി എന്ന് പറയുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്നുള്ള കണക്കിലാണ് 20 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് ബാക്ക് പീസിന്. നമ്മൾ കുട്ടികൾക്കാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്ക് ഇത്ര വീതിയുടെ ആവശ്യമില്ല. അപ്പോൾ എത്ര വീതിയിലാണുള്ള തുണിയാണോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി വേണം നമ്മൾ ആ ഒരു ഹെഡിൻ്റെ ഭാഗത്ത് ബാക്ക് പീസിൽ കൂടുതൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് ഇതിൻ്റെ ഈ ബാക്ക് പീസിൻ്റെ ഈ ഒരു അറ്റവശം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കണം. ഇതുപോലെ ഇതിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഫേസ് വരുന്ന ഭാഗത്ത് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 10 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു പോർഷന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ താഴോട്ടേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരണം. ഫേസിൻ്റെ ഭാഗം ഒഴിച്ച് വിട്ടിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. എന്നിട്ട് താഴോട്ടേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഇപ്പം ഞാനതിനെ ഇതുപോലെ ഒന്ന് തിരിച്ചിടുകയാണ്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ ഭാഗം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ ഈ ഒരു മക്കനയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 60 ഇഞ്ചിൻ്റെ പീസ് ആ ഒരു ഫ്രണ്ട് പീസ് നമുക്കിവിടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് 2 സ്ലീവ് കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ സ്ലീവ് നമ്മൾ ഈ ഒരു വശത്താണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നമ്മൾ സ്ലീവിന് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ ഷോൾഡറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു സെൻട്രൽ പോയിന്റ് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സെൻറ്ററിലും അതുപോലെ ഈ ഒരു കോർണറും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതുപോലെ സ്ലീവിൻ്റെ അറ്റവശത്ത് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ ഉള്ളിൽ കൂടി ഇലാസ്റ്റിക് നമുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക്കിന് ഇതുപോലെയും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് വലിച്ചടിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് ഇലാസ്റ്റിക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സ്ലീവ് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോർണറിൽ നമ്മൾ ഈ സ്ലീവിൻ്റെ സെൻട്രൽ പോർഷൻ ഇതുപോലെ വരുന്ന രീതിയിൽ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ഇവിടെ എത്തുമ്പം സൂചി കുത്തി നിർത്തിയിട്ട് നമുക്ക് തിരിച്ചങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഈ ഒരു സെൻട്രൽ പോർഷനിലെത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്ലീവ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നിസ്കാരക്കുപ്പായം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരൊറ്റ വശത്ത് നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഈ ഒരു വശത്തെത്തുമ്പം സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് താഴോളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം ഇതിൻ്റെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ള നിസ്കാരക്കുപ്പായമാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൂടി വളരെ എളുപ്പത്തിൽ അവർക്കിത് ചെയ്തെടുക്കാൻ പറ്റും.
ഇനി ഇതിൻ്റെ താഴ്വശത്ത് ഞാനൊരു എലാസ്റ്റിക് കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് എലാസ്റ്റിക് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഹെഡിൻ്റെ ഭാഗത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രാപ്പ് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഫേസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്നും ഒരു 4 ഇഞ്ച് താഴോട്ടേക്ക് ആ 2 ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് 2 വശത്തായിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നിസ്കാരക്കുപ്പായം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ തുടർന്ന് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ആവശ്യമുള്ള ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.